നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. പൊട്ടറ്റോ, കേഡ്, മിൽക്ക് പൗഡർ, ഗാർലിക്, വിനാഗിരി എസൻസ്, സാൾട്ട്, സൺഫ്ലവർ ഓയിൽ, ഐസ് ക്യൂബ്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ബോയിൽഡ് പൊട്ടറ്റോ 2 പീസ്, curd 2 tablespoon, garlic 2 piece, sunflower oil 4 tablespoon, milk powder 1 teaspoon, vinagiri essence 2 drop, salt 2 pinch, ice cube 2 piece. ഇതെല്ലാം കൂടെ ഒരു 3 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കും. സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സോസാണ് വൈറ്റ് സോസ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സോസാണ് വൈറ്റ് സോസ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തൂമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 2 egg white, 2 piece boiled potato, sugar 1 pinch, salt 2 pinch, garlic 3 to 4 piece, ice cube 2 piece, വിനാഗിരി ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എഗ് വൈറ്റ്, ഗാർലിക്, ഐസ് ക്യൂബ്, ഓയിൽ, സാൾട്ട്, ഷുഗർ, വിനാഗിരി, ഇത് കുറച്ച് സമയം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ല തിക്കാകുന്നത് വരെ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോസ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തൂം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ സോസാണ്.
അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. തക്കാളി, ഗ്രാമ്പൂ, പട്ട, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, വെള്ളം, പഞ്ചസാര, വിനാഗിരി, കാരക്ക, ചുവന്ന മുളക്, സവാള, കോൺഫ്ലവർ കലക്കിയത്, റെഡ് ഫുഡ് കളർ. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തിളപ്പിച്ചെടുത്ത തക്കാളി തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം തൊലി കളഞ്ഞെടുത്തത് 1/2 കിലോ. പട്ട 1 പീസ്, ഗ്രാമ്പൂ 2 എണ്ണം, ചുവന്ന മുളക് 3 എണ്ണം, സവാള 1 പീസ്, വെളുത്തുള്ളി 3 എണ്ണം, ഇഞ്ചി 1 പീസ്, കാരക്ക 3 എണ്ണം, റെഡ് ഫുഡ് കളർ 1 നുള്ള്. ഇതെല്ലാം കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. റെഡി ആയിട്ടുണ്ട്. ആദ്യം ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. നന്നായി അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 കപ്പ് വിനാഗിരിയും 100 ഗ്രാം പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം അരിച്ചു വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കുറുക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. സോസ് കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് തിക്കായി കിട്ടാൻ നമുക്ക് കുറച്ച് കോൺഫ്ലവർ, 1 സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തിക്കായി കിട്ടും. നന്നായി ഇളക്കി കൊടുക്കണം. സോസ് റെഡി ആയിട്ടുണ്ട്.